മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് എന്നിവരുടെ ചിത്രങ്ങളുടെ സാറ്റലൈറ്റ് വിതരണാവകാശത്തിനായിരുന്നു മുൻപ് കൂടുതൽ ഡിമാൻഡ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുന്നു. 6.10 കോടി രൂപയ്ക്ക് മഴവിൽ മനോരമയാണ് ജോമോൻ്റെ സുവിശേഷങ്ങളുടെ സാറ്റലൈറ്റ് വിതരണാവകാശം സ്വന്തമാക്കിയതെങ്കിൽ 5.80 കോടി രൂപയ്ക്കാണ് മുന്തിരിവള്ളികളുടെ വിതരണാവകാശം സൂര്യ TV സ്വന്തമാക്കിയിരുന്നത്. പുലിമുരുകനു ശേഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രവും ലക്ഷ്യമിട്ടത് കുടുംബ പ്രേക്ഷകരെയാണ്. വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായി പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ദുൽഖർ ചിത്രത്തിന് കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ വൻ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിനോടാണ് യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ദുൽഖർ സൽമാൻ ചിത്രം മത്സരിക്കുന്നത്. യുവതലമുറയുടെ തന്നെ ഹരമായി മാറിയ ഡിക്കുവിൻ്റെ ചിത്രം പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. മുൻപൊരിക്കലും കാണാത്ത രൂപഭാവത്തിലാണ് ജോമോനിൽ ദുൽഖർ പ്രത്യക്ഷപ്പെട്ടത്. 100 കോടി ചിത്രമായ പുലിമുരുകന് ശേഷം തിയേറ്ററുകളിലെത്തിയ കുടുംബ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. സാറ്റലൈറ്റ് വിതരണത്തിൽ ഇരു ചിത്രങ്ങളും തമ്മിൽ കടുത്ത മത്സരത്തിലാണിപ്പോൾ.